അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർക്കു വേണ്ടി അങ്ങ് ചെയ്തവ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിതാക്കന്മാർ ഞങ്ങൾക്കത് വിവരിച്ചു തന്നിട്ടുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർക്ക് വേണ്ടി അങ്ങ് ചെയ്തവ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിതാക്കന്മാർ ഞങ്ങൾക്കത് വിവരിച്ചു തന്നിട്ടുമുണ്ട്. ജനതകളെ അങ്ങ് പിഴുതെറിഞ്ഞു. അങ്ങയുടെ ജനത്തെ നട്ടുവളർത്തി. രാജ്യങ്ങളെ അങ്ങ് ക്ഷയിപ്പിച്ചു. സ്വന്തം ജനത്തെ അങ്ങ് ഉറപ്പിച്ചു. സ്വന്തം വാളുകൊണ്ടല്ല അവർ ഭൂമി കൈവശമാക്കിയത്. സ്വന്തം ഭുജബലമല്ല അവരെ രക്ഷിച്ചത്. പ്രത്യുത അങ്ങയുടെ ബലത്തുകരവും ശക്തിയുമാകുന്നു. അങ്ങ് അവരിൽ സംപ്രീതനായിരുന്നു. അങ്ങയുടെ മൃഗപ്രസാദം അവർക്ക് ഭയമായി. യാക്കോബിന് രക്ഷ നൽകിയ ദൈവമേ, അങ്ങാണ് എന്റെ രാജാവായ ദൈവം. അങ്ങ് വഴിയായി ഞങ്ങൾ വൈരികളെ വീഴ്ത്തും. അങ്ങയുടെ നാമത്തിൽ അവരെ ചവിട്ടിത്താഴ്ത്തും. ഞങ്ങൾ ആശ്രയിക്കുന്നത് വില്ലിനെയല്ല, ഞങ്ങൾക്ക് രക്ഷ നൽകുന്നത് ആയുധവുമല്ല. വിരോധികളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ ലജ്ജിപ്പിച്ചു. ദിവസം മുഴുവൻ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു. എന്നും അങ്ങയുടെ നാമം പ്രകീർത്തിച്ചു. ഇപ്പോൾ അങ്ങ് ഞങ്ങളെ വിസ്മരിച്ചു. ഞങ്ങൾ ലജ്ജിതരാകാൻ ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം അങ്ങ് പുറപ്പെട്ടില്ല. പിന്തിരിഞ്ഞോടാൻ ഞങ്ങൾക്ക് ഇടവരുത്തി. ശത്രുക്കൾ ഞങ്ങളെ കൊള്ളയടിച്ചു. കൊലയ്ക്കുള്ള ആടുകളെ പോലെ അങ്ങ് ഞങ്ങളെ അവർക്ക് നൽകി. ജനതകൾക്കിടയിൽ ഞങ്ങളെ ചിതറിച്ചു. സ്വന്തം ജനത്തെ വിലയില്ലാതെ വിറ്റു. അവരുടെ വില അങ്ങ് വർദ്ധിപ്പിച്ചില്ല. അയൽക്കാർക്ക് ഞങ്ങളെ പരിഹാസ വിഷയമാക്കി. ചുറ്റുമുള്ളവർക്ക് ആക്ഷേപപാത്രമാക്കി. ജനതകളുടെ മധ്യത്തിൽ ഞങ്ങളെ പഴമൊഴിയാക്കി.
ജനപദങ്ങൾക്കിടയിൽ അവഹേളിതരാക്കി. ദിവസം മുഴുവൻ ഞാൻ അപമാനിതനാകുന്നു, ലജ്ജ എന്റെ മുഖം ആവരണം ചെയ്തു. നിന്ദകന്റെയും ദൂഷകന്റെയും സ്വരമുയർന്നു, പ്രതികാരം ചെയ്യുന്ന ശത്രു എന്റെ മുൻപിൽ. ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു, എങ്കിലും ഞങ്ങൾ അങ്ങയെ മറന്നില്ല. അങ്ങയുടെ ഉടമ്പടി ഞങ്ങൾ ലംഘിച്ചില്ല, പിന്നോട്ട് ഞങ്ങൾ തിരിഞ്ഞില്ല, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് മാറിയുമില്ല. വീണ്ടും അങ്ങ് ഞങ്ങളെ എളിമപ്പെടുത്തി മരണത്തിന്റെ നിഴലിൽ മൂടിക്കളഞ്ഞു. എന്നിട്ടും അങ്ങയുടെ നാമം ഞങ്ങൾ വിസ്മരിച്ചില്ല, അന്യദേവന്മാരുടെ നേർക്ക് കൈനീട്ടിയില്ല. ഇതെല്ലാം പരിശോധിക്കുന്നത് ദൈവമാകുന്നു, ഹൃദയവിചാരങ്ങൾ അവിടുന്ന് അറിയുന്നു. അങ്ങേ പ്രതി അനുദിനം ഞങ്ങൾ വധിക്കപ്പെടുന്നു, അറക്കാനുള്ള ആടുകളെ പോലെ ഗണിക്കപ്പെടുന്നു. കർത്താവേ, ഉണരണമേ, ഉറങ്ങരുതേ, ഞങ്ങളെ ഓർക്കണമേ, മറക്കരുതേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിക്കരുതേ, ഞങ്ങളുടെ താഴ്ചയും ഞെരുക്കവും മറക്കരുതേ. പൂഴിയോളം ഞങ്ങൾ താണിരിക്കുന്നു, ഉദരം നിലത്തൊട്ടിൽ ചേർന്ന് പോയി. കർത്താവേ, കാരുണ്യപൂർവ്വം എഴുന്നേൽക്കണമേ, ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. എന്റെ ഹൃദയമേ, നല്ല വചനങ്ങൾ പുറപ്പെടുവിക്കുക. എന്റെ പ്രവൃത്തികൾ ഞാൻ രാജാവിനോട് പറയും. എന്റെ നാവ് സമർത്ഥനായ കവിയുടെ തൂലികയാകുന്നു. മനുഷ്യപുത്രരിൽ നീ ഏറ്റവും കോമളനാകുന്നു, നിന്റെ അധരത്തിൽ കാരുണ്യം തുളുമ്പി നിൽക്കുന്നു. ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ധീരയോദ്ധാവേ, അരയിൽ വാൾ ധരിക്കുക, മഹിമയും സ്തുതിയും അണിയുക. നിന്റെ മഹത്വം വിജയം വരിക്കും. സത്യവചനത്തിലും നീതിമാർഗത്തിലും നീ ചരിക്കുക, നിന്റെ പ്രമാണം ഭീതിതമായ വലം കൈയിലാകുന്നു. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ശത്രുനിരയുടെ ഹൃദയത്തിൽ അവ തുളച്ചു കയറും. ജനതകൾ നിന്റെ കാൽച്ചുവട്ടിൽ പതിക്കും. ദൈവത്തിന്റെ സിംഹാസനം ശാശ്വതമാണ്, അവിടുത്തെ രാജകീയ ചെങ്കോൽ നേരുള്ളതാണ്. നീ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തു. തന്മൂലം സ്നേഹിതരെക്കാൾ ഉപരിയായി ആനന്ദത്തിന്റെ തൈലത്താൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തു. ചന്ദനവും മീറയും കുന്തിരിക്കവും കൊണ്ട് നിന്റെ വസ്ത്രമെല്ലാം സുരഭിലമായിരിക്കുന്നു. നിന്റെ മന്ദിരം എത്രയോ വിശിഷ്ടം, അവിടെ എത്രയോ പേർ നിനക്ക് ആനന്ദമേകുന്നു. രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു, ഓഫീർ പൊന്നണിഞ്ഞ മഹാറാണി വലതുവശത്ത്. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. അപ്പോൾ രാജാവ് നിന്റെ അഴകിൽ ആകൃഷ്ടനാകും, അവനാണ് നിന്റെ നാഥൻ, അവനെ നമിക്കുക. സോർ നിവാസികൾ നിന്നെ ആദരിക്കും, സമ്പന്നർ നിനക്ക് കാഴ്ചയർപ്പിക്കും, അവർ നിന്റെ സമൃദ്ധി തേടും. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും, അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. നിന്റെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുത്രന്മാർ അവരോധിക്കപ്പെടും. നീ അവരെ ഭൂമിയിലെങ്ങും അധിപതികളായി വാഴിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും, ജനതകളിൽ നിന്നും നിന്നെ സ്തുതിക്കും. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തമായ അഭയസ്ഥാനമാകുന്നു, ക്ലേശകാലത്ത് ഞങ്ങളുടെ സഹായകനാകുന്നു. അങ്ങ് ഇപ്പോഴും ഞങ്ങളോടൊത്തുണ്ട്. ഭൂമി കുലുങ്ങിയാലും ആഴിയുടെ അടിത്തട്ടിൽ മലകൾ ഇളകിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. സമുദ്രജലം ഇളകി മറിഞ്ഞാലും അതിന്റെ ശക്തിയാൽ മലകൾ കുലുങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നീർച്ചാലുകൾ ദൈവനഗരത്തിന് ആനന്ദം പകരുന്നു, അത്യുന്നതന്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു. ദൈവം അതിനുള്ളിലുണ്ട്, അത് ഇളകുകയില്ല. പ്രഭാതവേളയിൽ ദൈവം അതിനെ സഹായിക്കും.
ജനതകൾ പരിഭ്രമിക്കുന്നു, രാജ്യങ്ങൾ ഇളകുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുന്നു, ഭൂതലം വിറകൊള്ളുന്നു. ശക്തനായ കർത്താവ് നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായകന്. വരുവിൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് യുദ്ധങ്ങൾ ഇല്ലാതാക്കുന്നു. വില്ലുകൾ തകർക്കുന്നു, കുന്തങ്ങൾ ഒടിക്കുന്നു, രഥങ്ങൾ തീയിൽ ചുട്ടുകളയുന്നു. നിങ്ങൾ പിന്തിരിയുവിൻ, ഞാനാകുന്നു ദൈവമെന്ന് ഗ്രഹിക്കുവിൻ. ജനതകളിൽ ഞാൻ മഹത്വപ്പെടുന്നു, ഭൂമിയിൽ ഞാൻ ഉയർത്തപ്പെടുന്നു. ശക്തനായ കർത്താവ് നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായകന്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവനെ നോക്കി അവനിൽ പ്രത്യാശയർപ്പിക്കുവിൻ. മിശിഹാ മാനവവംശത്തിൻ ആദിമഫലവും രക്ഷകനും ഉത്ഥിതനായി മൂന്നാം നാൾ അഴിവിയലാത്ത ശരീരവുമായി എട്ടാം നാളിലണഞ്ഞവനെ വിശ്വാസത്തിലുറച്ചവനാം തോമാ കണ്ടു സ്പർശിച്ചു. മഹിതമഹത്വ പ്രഭയോടെ മിശിഹാവിധി നാളണയുമ്പോൾ അവനെ മുറിവേൽപ്പിച്ചവരും നോക്കിടും അവനെ നിശ്ചയമായി. ഭൂതലം മുഴുവനിലും ആനന്ദം. വരുവിന്നരരെ മോദമോടെ രക്ഷനുകർന്നീ ഭുവനത്തിൽ ആശ്വാസത്തിൽ മേവിടുവിൻ. എന്തെന്നാൽ തൻ സഹനത്താൽ മിശിഹാമൃതയെ തോൽപ്പിച്ചു. മരണത്തിനധികാരമിതാ മഹിയിൽ വീണു നശിക്കുന്നു. ഉത്ഥാനത്താൽ അലിവോടെ മാനവവംശം മുഴുവനുമായി ജീവൻ നൽകിയ മിശിഹായേ ഭൂസ്വർഗങ്ങൾ വാഴ്ത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നെടുനാൾ പാപമേ എന്നവളായി അടിമത്തത്തിൽ മേവീടും ഭുവനം മോദം പുണരുന്നു. തെറ്റിയലഞ്ഞോരജവൃന്ദം കണ്ടെത്തുകയായി രക്ഷകനെ, പ്രത്യാശക്കിടമായവനെ, നല്ലോരിടയൻ നായകനെ. മൃതരുടെ ഇടയിൽ നിന്നും അവൻ ഉത്ഥാനം ചെയ്തുന്നതനായി ഉലകിനു ശോഭ പകർന്നതിനാൽ അവനെന്നും സ്തുതി പാടിടാം. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്ക
പ്രാർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. തിരുനാമം വാഴ്ത്തി പാടുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വർണ്ണിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാകുന്നു. സകല ദേവന്മാരെയും കാൾ ഭീതിതനാകുന്നു. ജനതകളുടെ ദേവന്മാർ വ്യാജമൂർത്തികളാകുന്നു. കർത്താവോ ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു. മഹത്വവും തേജസ്സും തിരുസന്നിധിയിലാകുന്നു. ശക്തിയും സ്തുതിയും വിശുദ്ധ മന്ദിരത്തിലും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാനവരക്ഷയ്ക്കായി സദയം മർത്യകുലത്തിൽ നിന്നീശൻ നൽകിയ നല്ലൊരു മധ്യസ്ഥൻ മർത്യർക്കനുരഞ്ജകനായി. മാനവ മക്കൾക്കായി ദൈവം സദയം നൽകിയൊരേ ദാനം, സകലേശൻ തൻ കാരുണ്യം മാനവ ബുദ്ധിക്കഗ്രാഹ്യം. അനുതാപത്തിൻ കണ്ണീരോട് അണയും മർത്യനെ ദൈവസുതൻ കനിവോട് കൈക്കൊണ്ടിടുകയാ വിണ്ണിലുയർന്നു സന്തോഷം. ഉന്നത ദിവ്യ നികേതത്തെ മർത്യൻ നേടിയതാശ്ചര്യം, നരകുലമിന്നു മഹോന്നതമാം പരമസ്ഥാനത്തണയുന്നു. മർത്യകുലത്തിനു മഹിമാവിൻ മകുടം ദൈവം ചാർത്തുകയാൽ സകലേശൻ തൻ മഹിമനരൻ നിത്യം വാഴ്ത്തി പാടട്ടെ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ
നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവേൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണത്തെ ജയിച്ച് സകല നാമങ്ങളെയും കാൾ ശ്രേഷ്ഠമായ നാമം നേടിയ കർത്താവേ, ജീവിതത്തിലും മരണത്തിലും നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഉത്ഥാനത്തിനു ശേഷം ശ്ലീഹന്മാർക്ക് പ്രത്യക്ഷനായി സ്വർഗരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിച്ച കർത്താവേ, ഞങ്ങളുടെ വിചാരങ്ങളെ ഉന്നതത്തിലേക്ക് ഉയർത്തുവാൻ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഉദ്ധാനം വരെ മരണത്തിന്റെ മേൽ ശാശ്വതമായ വിജയം നേടിയ കർത്താവേ, സകല വിശ്വാസികൾക്കും ഉദ്ധാനവും വിജയവും ലഭിക്കുമെന്ന പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദം മൂലം മനുഷ്യവർഗത്തിന്മേൽ നിലനിന്നിരുന്ന മരണത്തിന്റെ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച കർത്താവേ, പാപം മൂലം ഞങ്ങൾ വീണ്ടും മരണത്തിന് അടിമകളാകാതിരിക്കാൻ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശ്ലീഹന്മാർക്ക് നീ നൽകിയ സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിനിഷ്ഠരോടൊത്ത് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.